പൊക്കോളൂ. പിന്നെ അശോകേട്ടൻ പറഞ്ഞതുപോലെ അവനൊരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കൊന്നുമല്ല. നല്ല ഒന്നാന്തരം ഒരു ലൈബ്രറി നടത്തുന്നുണ്ട് ഇല്ലേ? ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത ലൈബ്രറി. ആകെ കുറച്ച് ഡിക്റ്റേറ്റീവ് നോവലുണ്ട് അവിടെ. അതാണെങ്കിൽ തുറന്നു. ഇനി തുറന്നാ തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവന്റെ മുഹൂർത്തം. അതുകൊണ്ട് തന്നെ അവൻ നേരത്തെ കട അടയ്ക്കുന്നില്ല. അതെന്നാ പറയാത്തെ? അതേന്നെ. ഉജ്വലേട്ടാ, എന്താ സ്നേഹലതേ? എനിക്ക് സമ്മതാണ് ട്ടോ. എന്തിന്? നമ്മുടെ കല്യാണത്തിന്. കല്യാണത്തിനോ? ആരോട് ചോദിച്ചിട്ട്? അയ്യോ, നാരായണേട്ടനും അമ്മയും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അല്ലല്ലോ അതിന്റെ ഒരു രീതി. ഞാനൊരു കാര്യം പറയാം. സ്നേഹലതയ്ക്ക് ഇപ്പൊ വയസ്സ് 25. ഇതിനിടയ്ക്ക് 3 തവണ ബാങ്ക് ടെസ്റ്റ് ചെയ്ത് തോറ്റതാ. ഈ പുറത്തു പോയി കൺമഷിയും പൗഡറും ചാന്തും ഒക്കെ വാങ്ങിക്കാന്നല്ലാതെ ഇവളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ ഈ കെട്ടുന്നവനെങ്കിലും ഒരു ജോലി വേണ്ടേ? ഇല്ലെങ്കിൽ നമ്മളെന്നെ കുടുംബം നോക്കേണ്ടി വരും. അത് ഓർത്ത് വിഷമിക്കണ്ട. പ്ലാച്ചിക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഉജ്ജ്വലിനും സ്നേഹലതയ്ക്കും അവരുടെ തലമുറയ്ക്ക് കഴിയാനുള്ളതും എന്റെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ലീലയൊക്കെ അങ്ങനല്ലേ കഴിയുന്നത്, അല്ലേ? പണിയെടുക്കാതെ തിന്നാൻ പറ്റണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അമ്മേ ഭഗവതി. കാശ് മാത്രം പോരല്ലോ നാരായണ. അവനെ പറ്റി നാട്ടുകാർക്കും പ്രത്യേകിച്ച് മതിപ്പൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇത്രയും പ്രായമായിട്ടും രാത്രിയായ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അവന് പേടിയാ. ഇങ്ങനെയുള്ളൊരുത്തരെ എങ്ങനെ ഒരു പെണ്ണിനെ നോക്കണത്, കുടുംബം നോക്കണത്? അത് ഞങ്ങൾക്ക് അറിയാലോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ ആകുമ്പോഴേ അവന്റെ പേടിയൊക്കെ അങ്ങ്. എന്നാലേ ഈ രക്ഷകൻ പുറത്തെ വരാന്തയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരുവോ? ഞാൻ ഒറ്റയ്ക്കോ? ആ, ഒറ്റയ്ക്ക്. ഈ രാത്രിയിലോ? അതെ. എന്റെ പട്ടി പോ. അച്ഛാക്കോ? ഓ, ഈ രണ്ടെണ്ണത്തിനെ കൂടി ഞാൻ തോറ്റു. അമ്മേ, അമ്മേ, തൽക്കാലം ഞാൻ ഇവിടുത്തെ ലൊട്ടിലൊടുക്ക് മോഷണ കേസൊക്കെ തന്നെ അന്വേഷിക്കുന്നു. പക്ഷെ നാളെ എന്റെയും ഈ നാടിന്റെയും തല വരെ മാറുന്ന കേസ് വരില്ലെന്ന് ആര് കണ്ടു?